ഇവിടെ കാവേരി എന്ന പേരുള്ള ഹീറോയിനാണെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടാവില്ല, ഒരു ചെറിയ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അറ്റ് ദ സെയിം ടൈം ഇവളാണെങ്കിൽ ഒരു പോലീസുകാരന്റെ വീട്ടിലേക്ക് വീട്ടു ജോലിക്കായിട്ട് പോകുന്നുണ്ടാകും. അതേ സമയത്ത് ഇവളെയാണെങ്കിൽ മുരുകൻ എന്ന് പറയുന്ന ഒരുത്തൻ പ്രേമിക്കുന്നുണ്ട്. അവനും ഇവളെ പോലെ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് വളർന്ന ഒരുത്തനായിരിക്കും. അതുകൊണ്ട് തന്നെ ഹീറോയിനും അവൻ ഇഷ്ടമാണ്. പക്ഷെ ഇവൻ ഓരോ തവണ കല്യാണത്തെ കുറിച്ച് പറയുമ്പോഴും അവളാണെങ്കിൽ ഇവനോട് നീ എപ്പോൾ ഡേ ഷിഫ്റ്റ് വാങ്ങുന്നു അപ്പോൾ കല്യാണം കഴിക്കാന്ന് പറയും. കാരണം ഇവൻ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ മോർച്ചറിയിലായിരിക്കും. അവിടെ ഇവൻ എപ്പോൾ നോക്കിയാലും നൈറ്റ് ആയിരിക്കും പണി കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ സംസാരിച്ച് ഇവരാണെങ്കിൽ ഇവൾ വർക്ക് ചെയ്യുന്ന അപ്പാർട്ട്മെന്റിലേക്കും വരികയാണ്. പക്ഷെ അപ്പോഴും ഇവനാണെങ്കിൽ അവളെ വിടാതെ അവിടെ പൈപ്പിലൂടെ കയറി പോയിട്ട് അവളെ കാണാൻ നോക്കും. അത് കാണുന്ന ഹീറോയിനാണെങ്കിൽ ആരെങ്കിലും കണ്ട പ്രശ്നമെന്ന് പറഞ്ഞ് അവന് പോകാൻ പറയാണ്. പക്ഷെ ഇവനാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കും കയറുകയാണ്. അങ്ങനെ ഇവന് ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഹീറോയിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം ഹീറോയിന് ആവശ്യപ്പെട്ട പോലെ ഇവനാണെങ്കിൽ ഡേ ഷിഫ്റ്റ് കൊടുക്കണം. അതുകൊണ്ട് ഇവനാണെങ്കിൽ ഒരു താരം കൊണ്ട് ഹീറോയിനെ പ്രപ്പോസ് ചെയ്യും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആ വീടിന്റെ ഓണറായി പോലീസുകാരും കയറി വരും. പക്ഷെ ആ പോലീസുകാരനാണെങ്കിൽ വെള്ളമടിച്ച് വണ്ടി കൊടുത്തുകൊണ്ട് തന്നെ സസ്പെൻഷൻ കിട്ടി ടെൻഷനിലായിരിക്കും. സോ ഇവനും ആ പോലീസിന്റെ കണ്ണിൽ പെടാതെ അവിടെയുള്ള കബോർഡിൽ കയറി വിളിക്കുകയാണ്. ആ പോലീസാണെങ്കിൽ ഹീറോയിനോട് ഡ്രിങ്ക്സ് കൊണ്ടുവരാൻ പറയാണ്. പക്ഷെ ഇവളാണെങ്കിൽ ടെൻഷനിൽ അറിയാതെ കുപ്പി താഴെയിടുകയാണ്. അതിൽ ദേഷ്യപ്പെടുന്ന പോലീസാണെങ്കിൽ ഒരു കുപ്പി പോലും നേരെ വെക്കാൻ അറിയില്ല പറഞ്ഞ് ഹീറോയിനെ തള്ളി മാറ്റിയാണ്. പക്ഷെ ഇവളാണെങ്കിൽ സ്ലീപ്പായിട്ട് കുപ്പിയുടെ മേൽ തന്നെ വീഴുകയാണ്. പക്ഷേ ഈ പോലീസ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൊട്ടിയ ഗ്ലാസ് കുത്തി കയറിയതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ തന്നെ മരിച്ചും പോവുകയാണ്. അതേ സമയത്ത് ഇതെല്ലാം ഇവൻ കബോർഡിനുള്ളിൽ നിന്ന് കാണുന്നുണ്ടാവും. പെട്ടെന്ന് വീട്ടിലേക്കാണെങ്കിൽ പോലീസിന്റെ വൈഫും കയറി വരികയാണ്. രണ്ടുപേരും ചേർന്ന് ഹീറോയിനെ ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇതിനുശേഷം പാർട്ട് 3 വേണമെങ്കിൽ അത് കമന്റ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കും ചെയ്യുക. ഇതിന്റെ പാർട്ട് 1 ലിങ്ക് ടൈറ്റിലിന്റെ മേലെ ചെക്ക് ചെയ്ത് നോക്കുക.